ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഡയറ്ററി ഒരു മോഡിഫിക്കേഷനാണ് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ന്യൂസിലൊക്കെ പലരും അങ്ങനെ കഴിക്കുന്നതായിട്ടും അങ്ങനെ ഒത്തിരി പ്രൊമോഷൻസ് ഒക്കെ വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും. പലരും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ടോ? പ്ലാന്റ് പ്രോട്ടീൻസ് ആണോ എടുക്കേണ്ടത്? ആനിമൽ പ്രോട്ടീൻസ് ആണോ എടുക്കേണ്ടത്? അതോ ഇനി പൊടിയായിട്ട് പ്രോട്ടീൻ ആണോ എടുക്കേണ്ടത്? ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. അത് ചെറുപ്രായത്തിലുള്ളവർക്കാണെങ്കിൽ അത് കൂടുതലും ഈ മസിൽ ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് യങ്സ്റ്റേഴ്സ് അതിൽ ഇൻട്രസ്റ്റഡ്. പലരും ജിമ്മിലൊക്കെ പോകുന്നവർക്കെല്ലാം ഇതുപോലെയുള്ള അഡ്വൈസ് കിട്ടാറുണ്ട്. വേറെ ചിലർക്കാണെങ്കിൽ അവർ പ്രായ സംബന്ധമായിട്ട് അവർക്ക് അധികം കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ശരീരത്തിലെ ഒരു ലോഞ്ചിവിറ്റിക്ക് വേണ്ടിയും വെൽനെസ്സിന് വേണ്ടിയൊക്കെ ഇത്തരം സപ്ലിമെൻറ്റ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. രണ്ട് തരമാണ് പ്രോട്ടീൻസ്: പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്, ആനിമൽ പ്രോട്ടീൻസും ഉണ്ട്. ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ്, യോഗർട്ട്, ഇതിൽ നിന്നൊക്കെ വരുന്നതാണ്. പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ റൈസിൽ നിന്ന് വരും, അതുപോലെ തന്നെ പീസ്, ലെഗ്യൂംസ്, അതുപോലെ സോയ ചങ്ക്സ്, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പ്ലാന്റ് പ്രോട്ടീൻസ്. ആനിമൽ പ്രോട്ടീൻസ് സാധാരണ കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉള്ളതാണ് ആനിമൽ പ്രോട്ടീൻസ്. പ്ലാന്റ് പ്രോട്ടീൻസിൽ ഒരു സോഴ്സിൽ നിന്ന് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ആ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടാകത്തില്ല. പക്ഷേ അത് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതായത് ബ്ലെൻഡ് ചെയ്ത് ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് പ്ലാന്റ് പ്രോട്ടീൻസ് നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആനിമൽ പ്രോട്ടീൻസ് സാധാരണ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഉള്ള ഒരു ചെറിയൊരു സൈഡ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറീസ് കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഫാറ്റും കൊളസ്ട്രോളും അങ്ങനത്തെ കാര്യങ്ങളും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആനിമൽ പ്രോട്ടീൻസ് എപ്പോഴും നമ്മളൊരു ബാലൻസിൽ എടുക്കുന്നതാണ് നല്ലത്. പ്ലാന്റ് പ്രോട്ടീൻസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നല്ല രീതിയിൽ പ്ലാന്റ് പ്രോട്ടീൻസ് എടുക്കുകയാണെങ്കിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കൊരു വെജിറ്റേറിയൻസിനും എടുക്കാവുന്ന രീതിയിൽ പ്ലാന്റ് പ്രോട്ടീൻസ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് വളരെ യൂസ്ഫുള്ളുമാണ്. ലോങ് ടേമിൽ അങ്ങനെ പ്ലാന്റ് പ്രോട്ടീൻസ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻസ് എടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആനിമൽ പ്രോട്ടീൻസ്, മീറ്റ്, ഫിഷ്, എഗ്ഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് എടുക്കുന്നത് നമ്മൾ തടയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണതയിൽ നിന്ന് പോകുന്നതിനും പകരം നമ്മളൊരു മിക്സ്ഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക.